അവൻ എവിടെയാണ് എന്തിനു പോയതാണെന്നൊക്കെ അറിഞ്ഞിട്ടും നീ കാണിക്കുന്ന സൈലൻസ് എനിക്ക് മനസ്സിലാവുന്നില്ല സൂര്യ. ആദിയുടെ മുഖത്തേക്ക് ഉറ്റുനോയിക്കൊണ്ടാണ് രുദ്രന്റെ പറച്ചിൽ. ആദം പോയിരിക്കുന്ന ആഫ്രിക്കയിലേക്കാണെന്ന് അറിഞ്ഞുള്ള ചോദ്യമാണ്. ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു, ക്രൂരമായ പുഞ്ചിരി. രക്തം കുടിക്കാൻ തക്കം നോക്കി നിൽക്കുന്ന ചെകുത്താൻ അനുസ്മരിപ്പിക്കും വിധം. അവൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല ഏട്ടാ. ആ ചടങ്ങ് ഒരിക്കലും പൂർത്തിയാവില്ല. എന്നുവെച്ചാ? രുദ്രന്റെ കണ്ണുകളൊന്ന് കുറുകി. അവിടെ വെച്ച് അർഹിക്കുന്ന കൈകൾ കൊണ്ട് അവനുള്ള മരണം. അപ്പു ആദ്യം പറഞ്ഞിരുത്തിയതും രുദ്രൻ അറിയാതെ ചോദിച്ചു പോയിരുന്നു. അവളല്ലേ ഏട്ടാ ചെയ്യേണ്ടത്? അവളുടെ കൈകൊണ്ട് തന്നെയല്ലേ അവൻ തീരേണ്ടത്? പകയോട് ആദ്യം അത് പറയുമ്പോൾ രുദ്രന്റെ കണ്ണിൽ അവളുടെ മുഖമായിരുന്നു. ആദ്യം പറഞ്ഞതെങ്ങനെ നടത്തിയെടുക്കുമെന്ന് മാത്രം അവന് മനസ്സിലായില്ല. അവനെ പോലെ ഒരു രാക്ഷസനെ, അപ്പുവിനെ പോലെ ഒരു പെൺകുട്ടി എങ്ങനെ കൊല്ലും? ഏട്ടൻ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. അതിനൊരു ഉത്തരമേ ഉള്ളൂ. അവൾ എന്റെയാണ്, സൂര്യനാരായണന്റെ പാതി. എനിക്ക് വേണ്ടി എന്റെ കിളിക്കുഞ്ഞത് ചെയ്യും. ജസ്റ്റ് ട്രസ്റ്റ് മീ. ആദ്യം ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. രുദ്രൻ അവൻ പോയ വഴിയെ കണ്ണിച്ചിമാതെ നോക്കിയിരുന്നു പോയി. ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സ്വഭാവമാണ് അവന്. എന്തൊക്കെ ചിന്തിക്കുന്നു, കണക്കൂട്ടുന്നു എന്ന് പോലും അറിയില്ല. അഡ്രിക്കാദം ജോൺ അവന് ചെകുത്താന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുള്ള ഒരു നിയമമുണ്ട്. തന്റെ പാതിയെ നോവിച്ചതിനുള്ള ശിക്ഷ അതവൻ കൊടുക്കുക തന്നെ ചെയ്യും. രുദ്രനൊന്ന് വിശ്വസിച്ചുകൊണ്ട് ലാപ്പിലേക്ക് ശ്രദ്ധയിരിച്ചു. ഫോണിലൊരു കോൾ വന്ന് ഒരുമിച്ചായിരുന്നു. ഗൗരിക്ക് ഷൂനും അന്നുവിനും ഒപ്പം ഒരുപാട് സന്തോഷത്തിലായിരുന്നു മീര. 3 കൂടപ്പിറപ്പുകളെയും കൂടി കിട്ടിയതുപോലെ ആ വലിയ വീട്ടിൽ അവരുടെ കളിച്ചിരികൾ അലയടിച്ചു. നമുക്കിനി കുറച്ച് സമയം കാണിച്ചു തന്നിരിക്കാം. കുറച്ച് ഫോട്ടോസ് കൂടി എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റാം. എന്തു പറയുന്നു? അനു ബാക്കി 3 പേരെയും നോക്കി. മാൻഷനുള്ളിലെ കാഴ്ചകളൊക്കെ നടന്നിരുന്ന് ഏറെ കണ്ടു തീർത്തിരുന്നു. ഇനി പുറത്താണ്, അതും പലതരം പൂക്കളുടെ ഗാർഡൻ. എന്നാ എന്റെ ഫോൺ എടുത്തിട്ട് വരാമേ. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അവർക്ക് 3 പേർക്കും കൊടുത്തിട്ടുള്ള റൂമിലെ ഹാൻഡ് ബാഗിലാണ് ഫോൺ ഇരിക്കുന്നതെന്നുള്ള ഓർമ്മയിൽ ഇഷു പറഞ്ഞു. പെട്ടെന്ന് എടുത്തിട്ട് വാ, ഞങ്ങളവിടെ ഉണ്ടാവും. ബാക്കി 2 മീരയും കൂട്ടി മുന്നോട്ട് നടന്നുകൊണ്ട് അവൾക്ക് മറുപടിയും നൽകി. ഇഷു അപ്പോൾ തന്നെ മുകളിലെ റൂമിലേക്ക് പാഞ്ഞു. ഗൗരിക്ക് അന്നുവിനൊപ്പം ചിരിയോടെ ഓരോന്ന് സംസാരിച്ചിരിക്കുന്നവളിലായിരുന്നു അൻഷിന്റെ ശ്രദ്ധ മുഴുവൻ. അവളുടെ ചിരി, സന്തോഷമൊക്കെയും അത്രമേൽ ഹൃദയം നിറയ്ക്കും പോലെ. ആ നിമിഷം അമ്മയും അപ്പയും എല്ലാം ഒരുപോലെ അവന് ഓർമ്മ വന്നു. അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ചിന്ത അവന്റെ കണ്ണുകൾ നിറച്ചു. മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയതും ഫോണും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഇഷുവിനെയാണ് അവൻ കാണുന്നത്. പെട്ടെന്നുള്ള അവന്റെ തിരിഞ്ഞു നോട്ടത്തിൽ അവളൊന്ന് പതറിപ്പോയി. റൂമിൽ ചെന്ന് ഫോൺ എടുത്ത് വരും വഴിയാണ് അവൻ ഗാർഡനിലേക്ക് നോക്കി നിൽക്കുന്നു, കണ്ണുകൾ തുടക്കുന്നതുമൊക്കെ കാണുന്നത്. എപ്പോഴും ഗൗരവത്തോടെ നിൽക്കുന്ന അയാൻ ശ്വാസദേവയർ കരയുന്ന കണ്ടപ്പോൾ തോന്നിയ ചെറിയൊരു കൗതുകം. അന്ന് ഫ്ലാറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും അതത്ര ഓർമ്മയില്ല. എന്താ? ഗൗരവത്തോടെയുള്ള ശബ്ദമാണ് എങ്ങോ പോയവളുടെ ചിന്തകൾ ഉണർത്തിയത്. ഒന്നില്ല, ഞാൻ ഫോട്ടോ എടുക്കാൻ ഫോൺ. എന്റെ ഫോട്ടോയോ? ഇഷു നിന്ന് വിൽക്കുന്ന കണ്ടതും ഗൗരവട്ടും കുറയാതെ തന്നെ ഇരുന്ന് അടുത്ത ചോദ്യം. അല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും. നിങ്ങളുടെ ഫോട്ടോസ് മാത്രം എടുത്ത് പോസ്റ്റ് ചെയ്താൽ മതി. അപ്പുവിന്റെ പോസ്റ്റ് ചെയ്തത്. എന്നാ പോയിക്കോ. അൻഷു വീണ്ടും പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞടന്നവൾ. കരഞ്ഞത് എന്തിനായെന്നൊരു ചോദ്യം നാവിൻ തുമ്പിൽ വന്നു നിന്നെങ്കിലും അതിനെ കഷ്ടപ്പെട്ട് ഒതുക്കി. തന്റെ ബോസിൽ ഒരാളാണ്. അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ യാതൊരു അവകാശവുമില്ല. എന്നാൽ ഒരാൾ കരയുമ്പോൾ അതിന്റെ കാരണം അറിയാനുള്ള ത്വര. അൻഷാൾ പോകുന്നത് നോക്കി വീണ്ടും ശ്രദ്ധ മീരയിലേക്കായി. അന്നുവിന്റെ കയ്യിൽ പിടിച്ച് ഗാർഡനിലൂടെ നടക്കുന്നുണ്ട് പെണ്ണ്. ഉള്ളിലൊരു തണുപ്പ് പടർന്നു. അവൾ എന്നും എപ്പോഴും സന്തോഷമായിട്ട് ഇരുന്നാൽ മതി. ത്രിസന്ധിക്ക് വിളക്ക് വെച്ചതിനു ശേഷമാണ് ആദിയുടെ കാർ ഗേറ്റ് കടന്നു വന്നത്. കൂട്ടിന് ആരൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും അവൻ വരുന്നത് നോക്കി അവന്റെ കിളിക്കുഞ്ഞ് ഉമ്മറത്തേനെ നിൽക്കാൻ തുടങ്ങിയിട്ട് നേരമേറെയായി. അൻഷാവിടെ അരികിലുണ്ട്. അവൻ കൂടെയുള്ളതുകൊണ്ട് തന്നെ ബാക്കി 3 അവളിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് മാറി നിന്നതേയുള്ളൂ. കാറിന്റെ ഡോർ തുറന്ന് രുദ്രൻ ആദ്യം പുറത്തേക്ക് ഇറങ്ങിയതും മീര അവനരികിലേക്ക് ഓടിച്ചെന്നു. ഓടി വീഴല്ലേ? അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിക്കുന്നതിനൊപ്പം ആദ്യം പറഞ്ഞു. അൻഷു രുദ്രന് ചിരിയോടെ പരസ്പരം നോക്കിപ്പോയി. ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ വൈകിയത്. അവളായി ചോദിക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവനായി തന്നെ വൈകാനുള്ള കാരണം പറഞ്ഞു. നേർമയായി ഒന്ന് ചിരിച്ചതേയുള്ളൂ മീര. ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ മോള്? കഴിച്ചു. രുദ്രൻ അവൾക്കടുത്തേക്ക് വന്നോട് ചോദിച്ചു. അതിന് വേഗം മറുപടി നൽകി. അവളുടെ നിറകിൽ വാത്സല്യത്തോടെ തഴുകിയവൻ. ഇത്രയും വർഷങ്ങളുള്ളിൽ അവൾക്കായി മാറ്റിവെച്ച സ്നേഹം മുഴുവൻ ഓരോ നിമിഷവും കൊടുക്കുകയായിരുന്നു മൂവരും. ഏട്ടൻ കുട്ടി ഹാപ്പി ആയിരുന്നില്ലേ? ഒരുപാട്. അവളുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷം രുദ്രനും ആദ്യം ഒരുപാട് ഇഷ്ടത്തോടെ നോക്കി നിന്നു. രുദ്രനുള്ള കോഫി റൂമിൽ കൊണ്ടുകൊടുത്ത് ആദിക്കുള്ളെടുത്ത് അവരുടെ റൂമിലേക്ക് വന്നാണ് മീര. കുളിച്ച് ഫ്രഷായി ആദ്യ പുറത്തേക്ക് വന്നു. അവൾ ആ കപ്പ് അവന് നേരെ നീട്ടി. പതിവിലും തിളക്കമുണ്ടായിരുന്ന അവളുടെ മുഖത്ത്. അതിന് കാരണം ഗൗരി അന്നു ഇഷുവാണെന്ന് അവന് മനസ്സിലായി. ആദ്യ കോഫി കുടിച്ചുകൊണ്ട് തന്നെ അവളെയും കൂട്ടി ബാൽക്കണിയിലേക്ക് നടന്നു. പറയ്, എന്തൊക്കെയാ ഇന്നത്തെ വിശേഷങ്ങള്?
ബീൻ ബാഗിലേക്ക് ഇരുന്ന് അവളുടെ കയ്യിൽ പിടിച്ച് മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് ആദി ചോദിച്ചു. അടുത്ത നിമിഷം അവന്റെ കഴുത്തിലേക്ക് മുഖം അമർത്തി വെച്ച് കിടന്നു മീര. ഉടലിൽ എന്തോ പാഞ്ഞു കയറിയതുപോലെ തോന്നിയവന് കത്തുന്ന പ്രണയമാണ്. അവളെ പിടിച്ചെരിച്ച് തന്നിലേക്ക് ചേർക്കാൻ തോന്നുന്ന അത്രയും മോഹം. ഇതൊന്നും അത്ര നല്ലതിനാവില്ല കുഞ്ഞേ. പറഞ്ഞ വാക്കൊക്കെ അങ്ങ് മറക്കും ഞാൻ. അവളുടെ ഇടുപ്പിലൂടെ വിരലുകൾ പായിച്ചുകൊണ്ട് പതിയെ പറഞ്ഞവൻ മീരയുടെ ചുണ്ടുകളൊന്ന് വിടർന്നുപോയി. മുഖമുയർത്തി നോക്കാതെ തന്നെ അവനിലേക്ക് ഒന്നുകൂടെ ഒട്ടി നിന്നു. ഒരുപാട് ഇഷ്ടം തോന്നുന്നു, സന്തോഷം തോന്നുന്നു. എനിക്ക് വേണ്ടിയല്ല എല്ലാം. നീ എന്നും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയാ. എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതിന് പകരം തരാൻ ഒന്നുമില്ല. കണ്ണു നിറച്ച് വിതുമ്പിക്കൊണ്ട് മുഖമുയർത്തി മീര അവനെ നോക്കി. ആദിയുടെ കണ്ണുകളൊന്ന് വിടർന്നു. അവളോട് അത്രയും ഇഷ്ടം തോന്നിപ്പോകുന്ന നിമിഷമാണ്. ഒരു നോക്കുകൊണ്ടുപോലും ആരെയും വേദനിപ്പിക്കാത്ത തന്റെ പെണ്ണ്. ആര് പറഞ്ഞു എന്റെ കിളിക്കുഞ്ഞിന്റെ കയ്യിൽ പകരം തരാനൊന്നുമില്ലെന്ന്? ആദി ചിരിച്ചുകൊണ്ട് തുളുമ്പി വന്ന അവളുടെ മിഴികൾ തുടച്ചു കൊടുത്തു. എന്താ ഉള്ളത്? എനിക്ക് വേണ്ടത് നിന്നെയല്ലേ, എന്റെ ഈ പാവം കിളിക്കുഞ്ഞിനെ. അതെനിക്ക് തന്നൂടെ? പതിയെ കാതിലേക്ക് മുഖം അമർത്തി വെച്ചുകൊണ്ട് അവൻ മന്ത്രിച്ചു. മീര വിറയലോടെ മിഴികൾ ഇറുകെ അടച്ചു പോയി. കൈകൾ അവന്റെ തോളിലായി മുറുകി. മുഖമുയർത്തി അവളെ നോക്കി ആദിയുടെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി. അവനെ ഏറെ കൊതിപ്പിക്കുന്ന അവളുടെ ഭാവം, വിറക്കുന്ന ഇതളുകൾ കടിച്ചെടുക്കാൻ തോന്നുന്ന മോഹം. മുഖം കുനിച്ച് പതിയാവ തന്റേതുമായി തൊട്ടുവച്ചവൻ അവളുടെ നെഞ്ചിരിപ്പ് ഉയർന്നു. അവനിൽ നിന്നും തെള്ളിയിടകന്ന് മാറാൻ കഴിയാതെ അങ്ങനെ നിന്നു മീര. ഇരുവരുടെയും ശ്വാസത്തിന് പോലും പൊള്ളുന്ന ചൂട്. അപ്പു, എനിക്കിത് വേണം മുഴുവനായും. ശ്വാസമെടുക്കാൻ പോലും മറന്നു നിന്നുപോയി മീര. അവന്റെ പ്രവൃത്തിയിലുമേറെ അവളെ വിവശയാക്കുന്നത് ഈ ചോദ്യങ്ങളാണ്. പൊള്ളുന്നതുപോലെ, ഉടലൊന്നാകെ കുളിരുന്നതുപോലെ ഏതോ മാത്രയിൽ അവനായി പതിയെ ചുണ്ടുകൾ വിടർത്തി കൊടുത്തതും അടുത്ത നിമിഷം ഭ്രാന്ത് പിടിച്ചതുപോലെ അവന്റെ ചുണ്ടുകൾ അവളിലേക്ക് പാഞ്ഞു കയറി. തളർന്നുപോയവൾ ഒരു തൂവൽ പോലെ വാനിൽ ഉയർന്നു പൊങ്ങി. ചുണ്ടുകൾ കടിച്ചു നുണയുന്നതിനൊപ്പം അവന്റെ കൈകൾ അവളുടെ മാറിനെ തഴുകി ഉണർത്തി. പിടഞ്ഞുകൊണ്ടറിയാതെ ആ കൈയിലൊന്ന് പിടിച്ചുപോയി മീര. അടുത്ത നിമിഷം ആദിയുടെ നാവ് കൂടി അവളിലേക്ക് നുഴഞ്ഞു കയറി. മീരയുടെ കൈകൾ പതിയെ അയഞ്ഞു. അവന്റെ തഴുകലിൽ പൂർണ്ണമായും തളർന്നു. ശരീരമൊന്നാകെ ചൂട് പിടിക്കുമ്പോൾ അവനിൽ അമർന്ന് അവനിൽ അലിഞ്ഞു ചേരാൻ തോന്നുന്നൊരനുഭൂതി. ശ്വാസത്തിനായി അവൾ പിടഞ്ഞു തുടങ്ങിയതറിഞ്ഞതും ഒന്നുകൂടി അവളെ നുണഞ്ഞുകൊണ്ട് അവൻ പിൻവാങ്ങി. കിതച്ചുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണു. വാടിത്തളർന്നൊരു പൂവ് പോലെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് അവൾ ഇറുകെ പുണർന്നവൻ. ഇനിയും മുന്നോട്ട് പോകണമെന്നാഗ്രഹം തീവ്രമായതുപോലെ ശരീരം അത്രമേൽ അവളെ കൊതിക്കും പോലെ ഉള്ളിലായി നുരഞ്ഞു പൊന്തിയ മോഹത്തെ അടക്കി നിർത്തിയവൻ അവളായി വരണമെന്നുള്ള മനസ്സിന്റെ പിടിവാശിയായിരുന്നത്. അതൊന്നും അറിയാതെ അവന്റെ കിളിക്കുഞ്ഞ്. ഹോസ്പിറ്റലിൽ ആര്യന്റെ അരികിലായിട്ട് ഇരിപ്പാണ് അജു. ചെറുപ്പം മുതൽ ആദ്യമായിട്ടാണ് അജുവിന്റെ കൂട്ട്. തങ്ങളിലും ഇളയവൻ എന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് തന്നെ മറ്റു 3 പേരുമായി അത്ര അടുപ്പൊന്നും ഉണ്ടായിട്ടില്ല. അഗ്നിയോട് പിന്നെയും സംസാരിക്കുമെങ്കിലും ആര്യനോട് മിണ്ടുന്നതിന് വളരെ കുറവാണ്. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അനിയനെന്നുള്ള സ്നേഹം ആവോളം ഉള്ളിലുണ്ട്. അത് അജുവിനും മനസ്സിലായത് അവൻ ഈ അവസ്ഥയിലെത്തിയ നിമിഷമാണ്. കുറെ നേരം ഇരുവർക്കിടയിൽ വല്ലാത്തൊരു മൗനം നിറഞ്ഞു നിന്നു. എന്ത് ചോദിക്കണം പറയണമെന്നറിയാത്തൊരവസ്ഥ. കുറച്ചു സമയം കഴിഞ്ഞതും അജുവിന്റെ ഫോൺ റിങ് ചെയ്തു. പരിചയമില്ലാത്ത നമ്പരാണെന്ന് കണ്ടതും ഒന്ന് സംശയിച്ചുകൊണ്ട് അവൻ കോൾ എടുത്തു. ഹലോ, ആരാണ്? ഏട്ടാ, കുഞ്ഞുമണി. അപ്പുറത്ത് നിന്ന് അത്രയും പ്രിയപ്പെട്ടവളുടെ ശബ്ദം കേട്ടതും അജുവിന്റെ മുഖം സന്തോഷം കൊണ്ടും വാത്സല്യം കൊണ്ടും നിറഞ്ഞുപോയി. വിളിക്കുന്നത് മീരയാണെന്നറിഞ്ഞതും ആര്യന്റെ മുഖവും ഒന്ന് തെളിഞ്ഞു. ഇത് ആരുടെ നമ്പരാ മോളെ? അജു ഫോണിലേക്ക് ഒന്നുകൂടി നോക്കിക്കൊണ്ട് ചോദിച്ചതും അപ്പുറത്തിരിക്കുന്ന മീരയുടെ നോട്ടം ഗൗരിയിലേക്കായി. ബാക്കി രണ്ടും കാര്യമൊന്നും മനസ്സിലാവാൻ നിൽക്കുന്നുണ്ട്. കുഞ്ഞുമണി, അത് സർപ്രൈസാ, ഏട്ടൻ വരുമ്പോ കാണാം. അത്രയും പതിയാണ് സംസാരമെങ്കിലും കുറുമ്പൊളിപ്പിച്ചു വെച്ചൊരു ചിരിയുണ്ട് അവളുടെ മുഖത്ത്. ഇതുവരെ ഇങ്ങനെയൊന്നും അവൾ സംസാരിച്ച് കേൾക്കാത്തതുകൊണ്ട് തന്നെ അജുവിന് അത്ഭുതം തോന്നുന്നുണ്ട്. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. വേറെന്തൊക്കെയാ വിശേഷം? നിന്റെ ചെകുത്താനോടെ? കുറുമ്പോട് അവൻ ചോദിക്കുന്ന കേട്ടതും അവരുടെ സംസാരം അത്രയും ശ്രദ്ധിച്ചിരുന്ന ആര്യന്റെ മുഖമാകെ വാടിപ്പോയി. അജു അത് കൃത്യമായി കാണുകയും ചെയ്തു. ആദ്യേട്ടൻ വലിയേട്ടനെ കുഞ്ഞേട്ടന്റെ അടുത്തുണ്ട്. ഓഫീസിൽ എന്തോ കാര്യം. ആ, മോള് കഴിച്ചോ? ചായ കുടിച്ചു.
ഏട്ടൻ നാളെ കൊണ്ട് വരാട്ടോ. വന്നിട്ട് നമുക്ക് പുറത്തു പോണേ. ശരി എന്നാ വെച്ചോ, നാളെ കാണാം. ആര്യന്റെ മുഖം കണ്ടതും ആ കോൾ എങ്ങനെ അവസാനിപ്പിക്കണമെന്നേ അവനുണ്ടായിരുന്നുള്ളൂ. മീര ആദിയുടെയാണ്. ആര്യന്റെ അവളിലേക്കുള്ള നോട്ടം പോലും അജുവിനെ സഹിക്കില്ല. മീര ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? ഫോൺ വെച്ച് കഴിഞ്ഞതും ആര്യൻ ചോദിച്ചു. അജു അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടൊന്ന് മൂളി. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന, വീട്ടിലുണ്ടായിരുന്നപ്പോഴൊന്നും അവളിങ്ങനെ ആയിരുന്നില്ലല്ലോ. അവൾക്ക് തന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ആര്യ, അടുപ്പുള്ളവരോട് മാത്രമേ ഉള്ളൂ സംസാരം. അജു പറഞ്ഞിരുത്തിയതും ആര്യന്റെ മുഖം മങ്ങി. അവൾ ആദിയുടെ ഭാര്യയാണെന്ന് മറന്നുപോകരുത് ഒരിക്കലും. ഒരു താക്കി ഇതുപോലെ അവന്റെ മുഖത്തേക്ക് നോക്കി അജു വീണ്ടും പറഞ്ഞു. ആര്യന്റെ കണ്ണുകൾ കലങ്ങി. കാലത്തിന് ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ സിറ്റൗട്ടിൽ നിൽക്കുന്ന മീരെ ആദി, രുദ്രൻ, അൻഷും സംശയത്തോടെ നോക്കി. മൂന്നാള് വർക്കൗട്ട് കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നാണ്. ഗൗരി, അന്നു, വിഷുവും റൂമിലാണ്. രുദ്രനും ആദ്യം പോയി കഴിഞ്ഞ് മൂന്നിന്റെയും ഡ്യൂട്ടി ആരംഭിക്കും. അതുവരെ മീരയുടെ അവിടെയും സ്പേസിലേക്ക് കടന്നു നിന്ന് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ മൂവരും ശ്രദ്ധിച്ചിരുന്നു. കുറെ നേരമായാലും പുറത്തേക്ക് നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് എന്ത് പറ്റിയ മോളെ? രുദ്രൻ സംശയത്തോടെ ചോദിച്ചു. മീര അവനെ തിരിഞ്ഞു നോക്കി. പിന്നെ ആദ്യ അൻഷിനെയും കൂടി നോക്കി. അത് ഏട്ടൻ വരുന്നു പറഞ്ഞു. അജുവോ? അൻഷിനെ നോക്കിക്കൊണ്ട് ആദ്യ ഒരു ചിരിയോടെ ചോദിച്ചു. പതിയൊന്ന് മൂളിയതേയുള്ള മീര, എന്നാലും ഇടയ്ക്ക് അൻഷിനെ നോക്കുന്നുണ്ട്. അവന്റെ മുഖത്ത് ചെറുതല്ലാത്ത കുശുംബാസൂയും നിറഞ്ഞു വരുന്ന കാണെ മീരയുടെ മുഖമൊന്ന് വാടിപ്പോയി. രുദ്രനും ആദ്യം ചിരി കടിച്ചു പിടിച്ചിരുന്നു. അജു വന്നാൽ ഇതിൽ കൂടുതൽ കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടി വരുമെന്ന് അവർക്കറിയാം. അവർ ചിരിക്കുന്ന കൂടി കണ്ടതും അൻഷ ഒന്നുകൂടി മുഖം വീർപ്പിച്ച് പിടിച്ചു. അടുത്ത നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാതെ മീര ഓടി വന്ന് അവന്റെ അടുത്തിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടമാണ് കുഞ്ഞേട്ടനെ, പതിയെ പറഞ്ഞുകൊണ്ട് അവന്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നവൾ. മൂന്നുപേരുടെയും മിഴികൾ ഒരുപോലെ വിടർന്നുപോയി. അൻഷിന്റെ കണ്ണ് നിറയുന്നതിനൊപ്പം ചുണ്ടുകൾ കൂടി പുഞ്ചിരിച്ചു. അവൾ അജുവിനെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ള കുശുമ്പിനേക്കാളും അവനിൽ മുന്നിട്ട് നിന്ന് തന്നോട് അത്രയും അടുക്കുന്നില്ലല്ലോ എന്നുള്ള സങ്കടമാണ് അതവനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. ആ ഒരു സങ്കടത്തിന് മുകളിലാണ് ഒരു കുടം മഞ്ഞ് വീണതുപോലെ കുളിർന്നു പോയത്. ഒരുപാട് സന്തോഷം അവനുള്ളിൽ നിറഞ്ഞു. ആദ്യം രുദ്രനും നേർത്തൊരു ചിരിയോടെ ഇരുവരെയും നോക്കി നിന്നു. ഏട്ടന് തോന്നില്ലേ ഇതുപോലൊരു കുശുമ്പ്? അൻഷിനെയും അപ്പുവിനെയും നോക്കി ആദ്യ ഒരു ചിരിയോടെ രുദ്രനോട് ചോദിച്ചു. അവരെന്റെ മക്കളല്ലേ സൂര്യ? പറഞ്ഞില്ലേലും എനിക്കറിയാം അപ്പുവിന്റെ മനസ്സിൽ എനിക്കെന്നും ഒരു അപ്പയുടെ സ്ഥാനമാണെന്ന്. ഇരുവരെയും നോക്കി അത്രയും വാത്സല്യത്തോടെ രുദ്രൻ ആദിക്ക് മറുപടി നൽകി. അത് ശരിയാണെന്ന് ആദിക്കും തോന്നി. അപ്പയെ പോലെയാണ് രുദ്രൻ. അപ്പയുടെ ചില മാനറിസങ്ങൾ പോലും അതേപടി കിട്ടിയിട്ടുണ്ട് രുദ്രന്. നീ വരുന്നില്ലേ സൂര്യ? രണ്ടും ഇനി അജു വരാതെ അകത്തേക്ക് കയറില്ല. ഇനിയും നിന്ന് നമ്മൾ ലേറ്റ് ആവും. രുദ്രൻ ചിരിച്ചുകൊണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. പുറകെ അപ്പുവിനെ നോക്കിക്കൊണ്ട് ആദിയും. എല്ലാവരെയും നിനക്ക് മനസ്സിലാവും, അവരുടെ ചിന്തകളും മനസ്സിലാവും. എന്നിട്ടും എന്നെ മാത്രം അറിയുന്നില്ല, എന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അറിയുന്നില്ല. മുകളിലേക്ക് കയറുമ്പോൾ ചെറുതല്ലാത്തൊരു പരിഭവം കൂടി തോന്നിപ്പോയിരുന്ന ആദിക്ക്. ഇരുട്ട് നിറഞ്ഞ ഗുഹക്കുള്ളിൽ നിന്നും പാറക്കല്ലുകളുടെ വിടവുകളിലൂടെ മാത്രം വന്ന് പതിക്കുന്ന വെളിച്ചം, അതിനുള്ളിൽ നിന്ന് ഒരു മനുഷ്യന്റെ അലറിയുള്ള കരച്ചിൽ നേർത്ത ദ്വാരങ്ങൾ കൂടി ഉയർന്നുകൊണ്ട് ആ കൊടുവനത്തെ ഒന്നാമത് ഉലസിക്കളഞ്ഞു. ശരീരത്തിൽ നിന്നും പ്രാണനെ വിഘടിപ്പിച്ചെടുക്കുമ്പോഴുണ്ടാവുന്ന മരണവേദന. പ്രാചീന വേഷത്തിൽ നിൽക്കുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരൻ അവരുടെ ഭാഷയിൽ ചൊല്ലുന്ന എന്തൊക്കെയോ മന്ത്രങ്ങൾ. മുന്നിലായി ഏതോ മരത്തിന്റെ ഇലകളിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരം. അയാളുടെ കരച്ചിലായിരുന്നു മുമ്പ് കേട്ടത്. അവന്റെ ബോധം പൂർണ്ണമായി നശിച്ചിരിക്കുന്നെന്ന് മനസ്സിലായതും കൂടെയുള്ളവർക്ക് എന്തോ നിർദ്ദേശം കൊടുത്തുകൊണ്ട് അയാൾ ഗുഹയുടെ പുറത്തേക്ക് കടന്നു. ഇതൊക്കെ സഹിച്ച് മരണം പോലും സംഭവിക്കുമെന്ന് ഉറപ്പുള്ള കാര്യത്തിന് സാർ എന്തിനാ രോഹൻ ഇറങ്ങിത്തിരിക്കുന്നത്? സാറിന്റെ അപ്പനറിഞ്ഞുകൊണ്ടാൻ പോകുന്ന പുകിലോർത്തിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. ഒറ്റ മകൻ, 10 തലമുറ വെറുതെ ഇരുന്ന് തിന്നാലും തീരാത്തത്രയും സ്വത്ത്, അതിനു പുറമെ സാറ് സമ്പാദിച്ചു കൂട്ടുന്ന വേറെയും. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി തന്നെ സ്വന്തമായിട്ടുള്ള സ്റ്റാർഡം. ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഇതുപോലൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ ശരിക്കും ഭ്രാന്തല്ലാതെ എന്തു പറയാനാ? ആഫ്രിക്കയിൽ തന്നെയുള്ള ഹോട്ടൽ മുറിയിലാണ് ആദ്യത്തിന്റെ പേര് രോഹനും മേക്കപ്പ് മാൻ ഗൗരവും. എജയുടെ സന്തത സഹചാരികളാണ് ഇരുവരും. ഒരാഴ്ച പിന്നിടുന്നു ആദം വനത്തിനുള്ളിലേക്ക് കയറിയിട്ട്. അവരുടെ ട്രീറ്റ്മെന്റ് എല്ലാം ആരംഭിച്ചിട്ടേ ഉള്ളൂ. വർഷമൊന്നെടുക്കും എല്ലാം ഭംഗിയായി അവസാനിക്കാൻ. അതുവരെ ഇവിടെ തന്നെ അവർ കഴിയേണ്ടി വരും. ആദം ഇതുപോലൊരു കാര്യത്തിനാണ് ആഫ്രിക്കയിലേക്ക് വന്നതെന്ന് ഇരുവർക്കൊഴിയെ മറ്റാർക്കും അറിയില്ല. ഒരു ഫിലിമിന്റെ ഷൂട്ടിംഗ് എന്നൊഴിച്ചാൽ മറ്റൊരു ഡീറ്റെയിൽസും ആദത്തിന്റെ പപ്പയോട് പോലും പറഞ്ഞിട്ടില്ല. മകന്റെ ഏതാഗ്രഹത്തിന് കുട പിടിക്കുന്ന ആളാണ് വടക്കൻ വീട്ടിൽ ജോൺ സാമുവൽ, ആദത്തിന്റെ പപ്പ. ഹോം മിനിസ്റ്ററാണ് അയാൾ. 18 വയസ്സിൽ ഇത്തിരില്ലാത്തൊരു പെൺകുട്ടിയെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊല്ലാൻ പാത്തിനാക്കിയ മകനെ രക്ഷിക്കാൻ ചന്ദ്രശേഖരൻ അന്ന് ലക്ഷങ്ങൾ കൊടുത്ത അയാളാ. ഏകമകന്റെ ആഗ്രഹങ്ങൾ ഏത് വിധേനയും നിറവേറ്റാൻ നടക്കുന്ന അപ്പൻ. പണവും രാഷ്ട്രീയം ഒരൽപ്പം ഡേഞ്ചർ കോംബോയാ. മകനോളം തന്നെ അപ്പനെയും സൂക്ഷിക്കണം. ഗൗരവ് അയാളെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ രോഹനും ചെറുതല്ലാത്ത ഭയം തോന്നിയിരുന്നു. നമുക്ക് എന്ത് ചെയ്യാനാവും ഗൗരവ്?
സാറ് പറയുന്ന അനുസരിക്കുന്നതിനപ്പുറം ഒന്നും ചെയ്യാനില്ലാത്തവരാ നമ്മൾ. പിന്നെ നീ പറഞ്ഞ പോലെ സാറിന് ഭ്രാന്ത് തന്നെയാ. അത് പക്ഷെ പൈസ കൂടിപ്പോയതിന്റെ അല്ല, ഒരു പെണ്ണിനെ നേടാനുള്ള ഭ്രാന്താണെന്ന് മാത്രം. മോഹൻ ആത്തിന്റെ റൂമിലെ ചുമരിൽ നിറഞ്ഞു നിൽക്കുന്ന മീരയുടെ ചിത്രങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് ഒരു നിശ്വാസത്തോടെ പറഞ്ഞു. പെണ്ണോ? അതെ, പെണ്ണ് തന്നെ. പിന്നെ നീ ഇങ്ങനെ കണ്ണുപിടിക്കണ്ട. ഭ്രാന്ത് എടുത്ത പോലെ സാർ അവൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നുള്ള അവസ്ഥയിലാണെങ്കിൽ അത് വെറൊരു പെണ്ണല്ലെന്ന് ഓർക്കണം. അത്രയ്ക്ക് സുന്ദരിയാണോ? ചോദിക്കാറുണ്ടോ? ഒരു പാവ അയ്യരൂട്ടിയാ. 3-4 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ കോളേജിൽ വെച്ചൊരു ഫിലിമിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു സാറിന്. അവിടെ വെച്ച് കണ്ടതാ അതിനെ. അന്ന് മുതൽ അവൾക്ക് പുറകെയാ സാറ്. സാറിന്റെ കൂടെ കിടക്കാൻ വരുന്നു എന്നൊക്കെ ആദ്യമൊക്കെ പലരും ഒരാളെപ്പോലെ ഞാനും കരുതിയിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. കയ്യിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടും സാർ ആ കൊച്ചിന് ഒന്നും ചെയ്യാതെ വിട്ടു. കല്യാണം കഴിക്കണം എന്നായിരുന്നു ആഗ്രഹത്രേ. എന്നിട്ടെന്താ, ആ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞു. കെട്ടിയത് വലിയ പുള്ളിയാ. അയാളെ നേരിടാനാ സാർ ഇങ്ങോട്ട് ഇതുപോലൊരു കാര്യത്തിന് വന്നത്. രോഹൻ അവനറിയുന്നൊക്കെ ഒരു കഥ പോലെ ഗൗരവിനും പറഞ്ഞു കൊടുത്തു. ശരിക്കും ഇയാൾക്ക് ഇതുപോലെ ട്രീറ്റ്മെന്റ് ആവശ്യമൊന്നുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലാതെ തന്നെ യാതൊരു ദയവില്ലാത്ത ചെറുത്താണ്. അല്ലെങ്കിൽ ഇതുപോലൊക്കെ ഒരു പെണ്ണിന് വേണ്ടി ചെയ്തു കിട്ടു, അതും സ്വന്തം ജീവൻ പോലും അപകടത്തിലാഴ്ത്തി. എല്ലാം കേട്ട് കഴിഞ്ഞതും ഗൗരവ് നിശ്വാസത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ മോഹൻ അത് ശരിവെച്ചെന്ന് മൂളി. ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വാതിൽ ചാരി തന്നെയും നോക്കി നിൽക്കുന്നവളെ കാണാൻ തെല്ലൊരു അത്ഭുതം തോന്നിപ്പോയി ആദിക്ക്. വൈറ്റ് ഷെയ്ഡിലും ഗ്രേ ജീൻസിലും അവനെ കണ്ടതും ഒളിച്ചു വെക്കാൻ കഴിയാത്ത പോലൊരു തിളക്കം മീരയുടെ മുഖത്തുമുണ്ട്. ശരിക്കും അത്രയ്ക്ക് ഭംഗിയുണ്ട് ആദിക്കുന്ന അവൾക്ക് തോന്നിപ്പോയി. ഭംഗിയിലുമേറെ ആരെയും ആകർഷിക്കുന്ന ശരീരപ്രകൃതിയാണ്. ചുറ്റുമൊരു 100 ആള് നിന്നാലും എല്ലാവരുടെയും ശ്രദ്ധ അവനിൽ മാത്രം തളച്ചിടാൻ പോകുന്ന ഒരു ആകർഷണം. അജു വന്നില്ലേ? ഏതോ ലോകത്തെന്ന പോലെ തന്നെ മിഴിച്ചു നോക്കി നിൽക്കുന്നവളോടായി ചുണ്ടോളം തുളുമ്പി വന്ന ഒരു ചിരി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഇല്ല. ഇപ്പൊ വരുമെന്ന് പറഞ്ഞിട്ട്? വരും. പിന്നെന്തേ എന്റെ കിളിക്കുഞ്ഞ് ഇങ്ങോട്ട് പോന്നേ? ചോദിക്കുന്നതിനൊപ്പം തന്നെ ഇട്ടിരിക്കുന്ന വൈറ്റ് ഷർട്ടിന്റെ കൈ മടക്കി വെച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് ചെന്നു. എന്തു പറ്റിയപ്പോ? ഐ മിസ് യു. എന്താ? താൻ കേട്ടു തന്നെയാണ് അവൾ പറഞ്ഞെന്നുള്ള അത്ഭുതമായിരുന്നു അവന്റെ കണ്ണിൽ. അതിനിനിയും മറുപടി പറയാതെ അവൻ ഇറുകെ പുണർന്ന് തുറന്നിട്ട ഷർട്ടിനുള്ളിലൂടെ പുറത്തേക്ക് കാണുന്ന അവന്റെ നെഞ്ചിൻ ഭാഗത്ത് അവൾ കവിൾ അമർത്തി വെച്ചു. ആദ്യം ഒരു ചിരിയോടെ അവൾ അടക്കി പിടിച്ചുപോയി. കുറച്ചു മുമ്പ് തോന്നിയ പരിഭവം പോലും വെറുതെ ആയിരുന്നു എന്ന് തോന്നി. തന്നെ അവൾ മറന്നിട്ടില്ല, തന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മറന്നിട്ടില്ല എന്നെ ഒരുപാട് മിസ്സാവുന്നുണ്ടോ? എന്തുപറ്റി പെട്ടെന്ന്? അറിയില്ല, കാണാൻ തോന്നും. കണ്ടാ മാത്രം മതിയോ? ആദിയുടെ ശബ്ദം അവളോളം പതിഞ്ഞു പോയിരുന്നു. നെഞ്ചെന്തിനോ ഒന്നിന് തിടുക്കം കൂട്ടുന്ന പോലെ. പറയപ്പോ, കണ്ടാ മാത്രം മതിയോ? പിന്നെ ഇങ്ങനെ നിൽക്കണം. എന്നിട്ട്? അറിയില്ല. ആദ്യം ചിരിച്ചുപോയി. കൂടെ വരുന്ന പെണ്ണേ നീ. ഇന്ന് അജു വരില്ലേ? അവനവന്റെ കുഞ്ഞുമണി കാണാനല്ലേ വരുന്നത്. അപ്പൊ നീ എന്റെ കൂടെ വന്നാലെങ്ങനെയാ? ആദ്യവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് പിടിച്ചു. നെറുകയിൽ ഇപ്പോഴും മായാതെ കിടക്കുന്ന ചുവപ്പ്. അത്രമേൽ ഇഷ്ടത്തോടെ അവന്റെ ചുണ്ടുകൾ അവിടെ അമർന്നു. പോയിട്ട് പെട്ടെന്ന് വരാം, എന്നിട്ട് നമുക്ക് പുറത്തു പോവാം. എല്ലാവരും കൂടി ഒന്നിച്ചൊരു ഔട്ടിങ്. ചേച്ചിമാരെ വിളിക്കണേ. ആദ്യം പറഞ്ഞിരുത്തിയതും വളരെ പെട്ടെന്ന് തന്നെ മീര പറഞ്ഞു. പിന്നെ ഇല്ലേ, ഗൗരി നമ്മുടെ അജുവിന്റെ പെണ്ണല്ലേ, അവള് കൂട്ടാതെ പോയില്ലല്ലോ. അപ്പൊ കൂടെയുള്ള 2 ആളെയും വിളിക്കണ്ടേ? ഇല്ലെങ്കിൽ മോശമല്ലേ? ആദ്യവളുടെ കവിളിൽ കൂടി ചുണ്ടുകൾ അമർത്തുമ്പോൾ അവൻ പറഞ്ഞ വാക്കുകളിൽ നിന്നും എന്തോ കണ്ടെടുക്കുന്ന തിരക്കിലായിരുന്നു മീര. തിരച്ചിലിനൊടുവിൽ അത്രയും വലിയൊരു മോഹം കൂടി ഉള്ളിൽ നിറഞ്ഞുപോയി. നടക്കുമോ എന്നറിയാത്ത, എന്നാൽ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു മോഹം.